ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഡൈനക്സിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വന്നിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു സോപ്പ് സ്റ്റാർട്ടറാണ്. നമ്മൾ പലപ്പോഴും നല്ല ബ്രാൻഡ് സെറ്റുകളിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോപ്പ് സ്റ്റാർട്ടറാണിത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയറിന് വേണ്ടിയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ശരിക്കും നമ്മുടെ സബ്സ്ക്രൈബറിനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആംപ്ലിഫയറിനും മാത്രം വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലിംഗൊക്കെയാണ് ഇന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു PCB തന്നെയാണ് നമ്മൾ ഇത് സോപ്പ് സ്റ്റാർട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് AC കറണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ആ ബോഡിയിലും ഡിസൈനിലൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ അത് നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്കൊക്കെ നല്ല സ്പേസൊക്കെ ഇട്ടിട്ട് ആംബിയർ ഒന്നും കുറയാതെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ സ്വന്തം പർപ്പസിനായതുകൊണ്ട് തന്നെ നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള കമ്പോണൻസുകളാണ് നമ്മൾ കൂടുതലും ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആംപ്ലിഫയറിൽ വെക്കുന്ന സമയത്ത് സോപ്പ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യമുണ്ടാകുന്നത്. ശരിക്കും നമ്മൾ അസംബിൾ സെറ്റുകളിലാണെങ്കിൽ പോലും സോപ്പ് സ്റ്റാർട്ടർ വെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൺ ആകുന്ന സമയത്തുള്ള പെട്ടെന്ന് വന്ന് കറണ്ട് കയറി ട്രാൻസ്ഫോമറിനും ആ ബോർഡിനും എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഡിസ്ചാർജ് ആയിട്ട് നമ്മുടെ ബോഡിയും ട്രാൻസ്ഫോമറിനൊക്കെ ഒരു ഫാൾട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സോപ്പ് സ്റ്റാർട്ടിൻ്റെ പ്രവർത്തനങ്ങളും വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സമയം എടുത്ത് ഇത്ര സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ആ ട്രാൻസ്ഫോമറിലേക്ക് പവർ കയറിയുള്ളൂ. അതുപോലെ തന്നെ ഓഫ് ചെയ്യുമ്പോഴാണെങ്കിലും ഡിലേ ആയിട്ടാണ് ഇത് ഓഫ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ നല്ലൊരു സേഫ്റ്റി കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് കറക്റ്റായിട്ട് തന്നെ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടില്ലേ, ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം ടൈം എടുത്തിട്ടാണ് ആ ലൈറ്റ് ഓൺ ആകുന്നത്. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ അകത്ത് നിന്ന് പവർ ഔട്ടാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ നല്ലൊരു ക്വാളിറ്റിയും ലൈഫും കിട്ടുന്നുണ്ട്. ചെറിയൊരു പ്രിൻസിപ്പിളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിലും ചെറിയൊരു പ്രൈസോ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതുള്ളൂ. അടുത്ത പുതിയൊരു പ്രൊഡക്റ്റുമായി കാണാം. ഇറ്റ്സ് മീ